ഇന്ന് ആരാണോ രഘുവിന്റെ ഗസ്റ്റ്? കുഴപ്പമില്ല, നമുക്ക് പറയണ്ട നമുക്ക് പറയാലോ. അപ്പൊ ആൾക്കാർക്ക് ഏത് രീതിയിലാണ് എടുക്കാം. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. കൂടി ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെയാണ് അൻസാരി ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പിനെ പറ്റി പറയുന്നത്? വലിയ സന്തോഷമുണ്ട്. അത്രയും വലിയൊരു ബ്രാൻഡായിട്ട് ഒരു കൊളാബറേഷൻ ചെയ്യുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അത്രയും ടച്ച് വർത്തി ആയിട്ടുള്ളൊരു ബ്രാൻഡായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇനിയും ഫ്യൂച്ചറിൽ അവരെ പരിചയപ്പെടാൻ അവരെ ഏത് രീതിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. ഒന്നും വിചാരിക്കരുത്, ചിറ്റയുടെ മോനെ, ചിറ്റയുടെ മോൻ. ബാക്ക് ടു ദുബായ്, എങ്ങനെയാണ് ദുബായ് എങ്ങനെ കാണുന്നു? ഇഷ്ടമാണോ? വാക്കുകൾ സൂക്ഷിച്ചു പോയിക്കണോ? അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ. എന്തായാലും കുറെ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ടുണ്ട്. എങ്ങനെയാണ് കുറച്ചും കൂടി കോൺഫിഡന്റ് ബൂസ്റ്റ് ആയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല സാർ, ആളറിയാതെ അഭ്യാസം നടക്കണ്ട. നല്ല മാച്ചസ് കളിക്കും, ബൂസ്റ്റ് ആവണമല്ലോ. പിന്നെ എന്നിട്ടും അല്ല, അങ്ങനെയൊന്നുമില്ല. വലിയ നോർമൽ കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചത്. അത് അല്ലാതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഫുൾ ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഞാൻ എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് ഇംഗ്ലീഷ് പടം കാണുന്ന പോലെ ഉണ്ട്. എനിക്കതിന്റെ അർത്ഥം മനസ്സിലാവാറില്ല എന്നല്ല, ഇതെന്തിനാ എന്റെ അടുത്ത് പറയുന്നതെന്ന് മനസ്സിലാവാറില്ല. അല്ലാണ്ടെന്ത്? ഞാനത് ഫുള്ള് കണ്ടിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി. എന്താ ഒരു തീപ്പൊരിയ രോമാഞ്ചം കൊണ്ടൊരു രോമാഞ്ചം. കടവാവല്ലവൻ കാലേ തൂങ്ങി ആടാൻ പഠിപ്പിക്കുന്നേ. എല്ലാ സ്പോർട്സ്മാനും പറയുന്ന സാധനമാണ്. പക്ഷെ അതിനൊരു വേറൊരു ആംഗിള് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, വേറെ തരത്തില് അത് വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? ചേട്ടനല്ലേ ചെയ്ത്? അല്ല, ഞാനല്ല. ഇപ്പോഴൊക്കെ എന്ത് വേണോ എങ്ങനെ വേണോ ആക്കി എടുക്കാമല്ലോ. അപ്പോൾ നൗ ഐ എം മച്ച് അവെയർ ഓഫ് the social media and how it can be twisted and turned. It's very normal. I think അവർക്കും പൈസ സമ്പാദിക്കേണ്ടതല്ലോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരനല്ലെന്ന്. ഉണ്ട് മടുത്തോട് ഉരുള വാങ്ങുന്നു, എണ്ണി മടുത്തോട് കാശ് വാങ്ങുന്നു. കാരണന്മാര് പറഞ്ഞ വളരെ ശരിയാ. ഈ വേൾഡ് കപ്പ് കുറെ കൂടി ഗെയിം എൻജോയ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണോ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? ആഫ്റ്റർ വേൾഡ് കപ്പ്, കാരണം ഒരു വിന്നറാണ്, ആ വേൾഡ് കപ്പിലെ സ്റ്റാർ ആണ്. അതിനുശേഷം ആ ഒരു കോൺഫിഡൻസിൽ കൂടിയാണോ ഇനി ഞാൻ ഇഷ്ടപ്പെട്ട് കളിച്ച് ആ ഒരു പ്രഷർ എനിക്ക് വേണ്ടെന്ന് തോന്നുന്നത്? അല്ല, ഇതൊരു ഉറപ്പായിട്ടും ഒരു ടീം സ്പോർട്ടാണല്ലോ. അപ്പോൾ ഒരു ടീം സ്പോർട്ട് ആകുമ്പോൾ നമുക്ക് മറ്റേ ടീമായിട്ട് ആണ് കോമ്പറ്റീഷൻ വേണ്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ടീമിൻ്റെ പ്ലേയേഴ്സിൻ്റെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു ക്യാരക്ടറാണ്. പോക്കൃത്തരല്ലടോ താനീ കാണിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എല്ലാരും കേക്ക് എന്റെ അച്ഛനെ 10 മണിച്ച് തെറി. പിന്നെ എനിക്കൊരു ഓർമ്മയില്ല സാർ. അങ്ങനെ കളിക്കാനാണ് കുറച്ചുകൂടെ താല്പര്യം. അപ്പോൾ അത് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടല്ല, വേൾഡ് കപ്പ് ന്യൂസിലൻഡ് ടൂർ കഴിഞ്ഞിട്ട് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പാണ് അത് തോന്നിയെന്നാണ് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് താല്പര്യം. പോയടാ നിന്നെ പോലെ ഈ ടി വിക്കാരെ പോലെ വേറെ പണിയില്ലാത്തവരല്ല ഞങ്ങളൊക്കെ. ഞങ്ങൾക്കൊക്കെ വേറെ 100 കൂട്ടം തിരക്കാ. ചെല്ല് തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം. ശരി.